എങ്ങനെ സന്തോഷം വരും? സങ്കടമല്ലേ വരുന്നത്? മണ്ടിപ്പെണ്ണേ. അയ്യോ കോലം നോക്ക്. പാർലറിൽ പോയി സ്പെഷ്യൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ ഡ്രാപ്പിസ്റ്റിനെ കൊണ്ട് സാരി കുടിപ്പിച്ചിട്ടും നിന്റെ മനോഹരമായ പ്ലാൻ അതിമനോഹരമായിട്ട് ചീറ്റിപ്പോയല്ലോടി. അയ്യോ നിന്റെ ഈ കോലം കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. നിർത്തണം നിന്റെ കൊലച്ചിരി. ജീവിതം തന്നെ ഇവിടെ തേഞ്ഞൊട്ടി നിൽക്കുമ്പോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? ബ്ലഡി ഫൂൾ. ഇനി ചിരിച്ച അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. ഞാൻ ചെറുതായി വിരട്ടിയപ്പോ തന്നെ നീ പേടിച്ചു. ഇത്രേ ഉള്ളൂ നീ അടക്കമുള്ള ആൺവർഗത്തിന്റെ കാര്യം. പെണ്ണൊരുത്തി നെഞ്ചും മിരിച്ചു നിന്ന് വെല്ലുവിളിച്ച നീയൊക്കെ പേടിച്ച് രണ്ടിന് പോകും. രണ്ടിന്. ചോണയുണ്ടെങ്കിൽ ഒന്നുകൂടെ ചിരിക്കടാ. ചിരിക്കടാ. ചോണയുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചു നോക്കടാ. ഇത് ചിരിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. സിറ്റുവേഷൻ എന്താ കുഴപ്പം? എന്ത്? നിങ്ങൾ പിന്നെയും വന്നോ? ഞങ്ങൾ തനിച്ചല്ല, ഈ അർജുൻ കൊണ്ട കാല് തല്ലി ഓടിക്കേണ്ട ആളെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സുഗുണ, ഇതെന്താ കൊന്നത്തങ്ങ? ഇവനാണ് ആള്. ഞങ്ങൾ വളരെ ബുദ്ധിപൂർവം ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ഗുണ്ട ഡീൽ ചെയ്യുമെന്ന് വെല്ലുവിളിച്ചു. അപ്പോ ഞങ്ങളുടെ ഗുണ്ടയെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നു. വരണ്ടായിരുന്നു. ശ്രീധരേട്ടന്റെ മകൻ ഒരു സഹായമായിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. ഇതാണല്ലേ സഹായം? ചെല്ലടാ. അർജുന, നമുക്ക് ഓടിയാലോ? നിനക്കാണോ എന്റെ കാല് തല്ലി ഓടിക്കേണ്ടത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ ധോനി? അർജുൻ പണ്ടേ സമാധാനത്തിന്റെ ആളല്ലേ? അർജുൻ, ഇവരുടെ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്ത് വിട്ടേ. ഇനി ഒരു സമാധാനവും വേണ്ട. ഇവൻ എന്റെ കാല് തല്ലി ഓടിച്ച് പ്രശ്നം സോൾവ് ചെയ്താ മതി. അയ്യോ അതൊന്നും വേണ്ട. അടിച്ചൊടിക്കടാ ഇവന്റെ കാല്. അയ്യോ ഞാനോ? അർജുൻ, അയ്യോ ചേട്ടാ വിട്. നമ്മുടെ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? വിട് ചേട്ടാ, അല്ലെങ്കിൽ ചിലപ്പോ എന്റെ അന്ത്യ ചേട്ടനായോണ്ടായിരിക്കും. അയ്യോ വിട് ധോനി, ഒന്ന് പറ. ഇയാളോടൊന്നും കെഞ്ചിട്ട് കാര്യമില്ല അർജുൻ. പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കുന്നോട് ആഭാസ. പെങ്ങളല്ലേ എന്നെ കൈ പിടിച്ചത്. എന്നിട്ടെന്തിനാ ഞാൻ കൈവച്ചെന്ന് പറയുന്നത്? ഞാൻ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന ആളാ. തന്റെ റെസ്പെക്റ്റേ കയ്യിൽ വെച്ചാ മതി. ഈ നാട്ടിലെ പെണ്ണ് പറയുന്നത് മാത്രമേ നിയമം പോലും വിശ്വസിക്കൂ. പിന്നെ നാട്ടുകാർ പണ്ടേ അത് മാത്രമേ വിശ്വസിക്കൂ. എവിടെയെങ്കിലും പീഡന ശ്രമം നടന്നു എന്നറിയുന്നത് പോലും നാട്ടുകാർക്ക് ഹരവാ. ബാക്കി അവര് മനസ്സിൽ സങ്കല്പിച്ചോളൂ.
താൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ ബഹളം വെക്കും. ആ ഓടിക്കൂടുന്ന ആളുകളെ തന്റെ മസിൽ മുഴുവൻ ഇടിച്ച് കലക്കും. പിന്നെ എനിക്ക് പ്രായപൂർത്തിയാവാത്തോണ്ട് തന്റെ പേരിൽ പോക്സോ കേസ് വരെ എടുക്കും. ആ. മാനസികമായിട്ട് പ്രായപൂർത്തിയായില്ലെങ്കിലും പോക്സോ കേസ് ഓ അയ്യോ നാട്ടുകാരെ ഓടി വരണേ, പട്ടാപ്പകല് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നേ, ഓടി വരണേ നാട്ടുകാരെ, ഓടി വായോ അയ്യോ അയ്യോ എന്റെ പൊന്നു പെങ്ങളെ ഒന്നും മിണ്ടാതിരിക്കും. എനിക്കും 2 പെൺമക്കളുള്ളതാ. അയ്യോ സ്വന്തം മകളുടെ പ്രായമുള്ള എന്നെ ഈ ദുഷ്ടം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നേ. അയ്യോ ഇത് വലിയ കഷ്ടമായല്ലോ. മടിച്ചു നിൽക്കാതെ ഈ ഗുസ്തിക്കാരൻ ചേട്ടനെ ചാടി അടിച്ച് താഴെ ഇട് ചേട്ടന്മാരെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്കിത് കോംപ്രമൈസ് ആക്കാം. അനിയ എങ്ങനെയെങ്കിലും ഇത് കോംപ്രമൈസ് ആക്കണം അനിയ, അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ. കുഞ്ഞു പിള്ളേരുടെ മനസ്സാ. അയ്യോ ഇവനെന്താ ഇങ്ങനെ? അതാ ഞാൻ പറയുന്നത്, പോലെ മോങ്ങുന്നു. ഇവനെന്താ ഇങ്ങനെ? അയ്യേ വേണമെങ്കിൽ അനിയൻ കൊട്ടേഷൻ എടുത്തോലെ എന്റെ കാല് തല്ലി ഒടിച്ചോ, ഒരു എതിർപ്പില്ലാതെ ഞാൻ നിന്നേരാം. പ്ലീസ് എന്നെ പീഡന കേസിൽ പ്രതിയാക്കരുത്. ഇരയായ പെൺകുട്ടി എന്ന് പറയുന്നു, കോംപ്രമൈസ് ആക്കാൻ വിരോധമുണ്ടോ? നീ ഇയാളുടെ കാല് തല്ലിയൊടിച്ച് കോംപ്രമൈസ് ആക്കാൻ പോവാണോ? തൽക്കാലം നീ പരാതി കൊടുക്കുന്നില്ല. അതിനു പകരം ഈ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് ചേട്ടൻ തിരിച്ചു കൊടുക്കണം. സമ്മതാണോ? ഞാൻ എന്ത് വേണേ ചെയ്യാം, എന്റെ തല്ലെ പീഡന കേസ് വരായിരുന്നാ മതി. ഓക്കെ, എങ്കിൽ മൊബൈൽ എടുത്ത് ആ ബ്രദേഴ്സിന്റെ കാശ് കൊടുക്ക. ഓക്കെ അല്ലേ ബ്രദേഴ്സ്? ഓക്കെ 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 ഓക്കെ. എന്താ കാശ് കൊടുക്ക. ഞങ്ങളുടെ കാശ് വന്നു. എന്റെ കൊട്ടേഷൻ ഞാൻ ഇതോടെ പൂർത്തിയാക്കി. എല്ലാവരും ഹാപ്പി അല്ലേ? അല്ലേലും ശ്രീധരേട്ടന്റെ മോനല്ലേ, മത്ത കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. എന്ത് ചെയ്യാനാ? ഈ പെൺകുണ്ടയും ആള് പൊളിയാ. അർജുൻ പോവാം. ഓക്കെ ഓക്കെ ഗൈസ്. ശില്പ, നമ്മുടെ അനിയുടെ മോള്, തന്റെ അനന്തരവൾ, നമ്മുടെ മക്കൾക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റികൾ അവൾക്കുണ്ട്. 2 ദിവസം അവളോടുണ്ടായിരുന്നു. നീ കണ്ടില്ലേ അവളെ? മിടുക്കിയ, നമ്മുടെ അനിയെ പോലെ തന്നെ.